പരിശോധന തന്നെ ഉണ്ട്. രണ്ടാം പരിശോധനയിൽ അല്ല ഷിജു എനിക്ക് അവിടെയുണ്ട്. അതായത് 6-ാം തീയതിത്തെ പരിശോധന. കറക്റ്റ്. രണ്ടാമത്തെ HOD റൂമിലെ പരിശോധനയിലാണ് ഈ വലിയ ബോക്സില് അടുത്ത ഉപകരണം കാണുന്നത്. അത് യഥാർത്ഥത്തിൽ മിസ്സിംഗ് പരാതിയിൽ ഉള്ളതല്ല. അങ്ങനെയാണെങ്കിൽ പിന്നെ അതവിടെ കൊണ്ടാക്കേണ്ട പ്രത്യേകിച്ച് ഒരു കാരണമില്ല. ഇല്ല, അറിയില്ല. അതാണ് പറഞ്ഞത്. ഓക്കെ, നമുക്ക് തൽക്കാലം എനിക്ക് നമുക്ക് എങ്ങനെ അറിയുന്നത്? അവിടെ മിസ് ചെയ്ത എങ്ങനെ അറിഞ്ഞതാ? ഇതിലൂടെ മാത്രമാണ് നമ്മൾ അറിയുന്നത്. ഈ അതെ, അത് പറഞ്ഞു എൻക്വയറി റിപ്പോർട്ട് വന്നതിന് ശേഷം. മോസിലോസ്കോപ്പ് ഒരു സിംഗിൾ സാധനല്ലേ? സിംഗിൾ സാധനമാണ്. അതിന് അതാണ് ഈ മോസിലോസ്കോപ്പ് എന്ന് പറയുന്ന സാധനം. അല്ല മോനെ, തെറ്റി. അല്ല, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. അതാണ് പറഞ്ഞത്. അതെ, ഡോണ്ട് ഗെറ്റ് കൺഫ്യൂസ്. യൂറിട്രോസ്കോപ്പ് എന്ന് പറഞ്ഞത് അല്ല, ഇല്ല. പക്ഷെ അതിന്റെ ബില്ലിലാണ് പ്രശ്നം. അതിന്റെ ബില്ലിലാണ് പ്രശ്നം. അത് ആ കൊറിയർ വെച്ച് വയ്ക്കുന്ന ബില്ലിൽ എഴുതിയിരിക്കുന്നുണ്ട് മോസിലോസ്കോപ്പ് എന്ന് എഴുതിയിട്ടുണ്ട്. അത് HOD എന്നാണ് എന്റെ ഓർമ്മ. HOD എന്ന് എഴുതിയിട്ടുണ്ട്. അതെ, ബില്ലില്ല. ബില്ല് എഴുതിയിട്ടില്ല. അതില് മോസിലോസ്കോപ്പ് സെൻഡ് ചെയ്യുന്നുള്ള അത് മാത്രമേ ഉള്ളൂ. അതിലല്ല എഴുതിയിരുന്നത്. അതിന് മുകളിൽ ഒരു കവറുണ്ട്, സാധാരണ സീൽഡ് കവർ. സീൽഡ് കവറിനകത്താണ് ഇത് ഇട്ടിരുന്നത്. അതെ, അതാ കറക്റ്റ്. അത്രേ ഉള്ളൂ. ഇപ്പോഴേയും ക്ലിയർ ആണല്ലോ. ഇത് കൊച്ചു കൊച്ചു ഇഷ്യൂസേ ഉള്ളൂ. അല്ല അത് ക്ലാരിഫൈ അല്ല ഷിജു, ഞാൻ പറഞ്ഞ ക്ലാരിഫൈ ആണ്. എന്ന് മാത്രമേ പറഞ്ഞുള്ളൂ. ഇത് ക്ലാരിഫിക്കേഷൻ ചെയ്യും. അല്ല, ഇന്ന് സർക്കാർ റിപ്പോർട്ട് ചെയ്യും. ഓക്കെ, അവര് റിപ്പോർട്ട് ആവശ്യപ്പെടുന്നുണ്ട്. എത്രയും പെട്ടെന്ന് റിപ്പോർട്ട് കൊടുക്കണം. അവർ സ്ഥിരമായിട്ട് ആവശ്യപ്പെടുന്നുണ്ട് റിപ്പോർട്ട്. അല്ല, ആരോഗ്യമന്ത്രിയെ വിളിച്ച് പറയുന്നതല്ല. നമുക്കൊരു പ്രൊസീജിയർ ഉണ്ട്. ആ പ്രൊസീജിയർ അനുസരിച്ച് എൻക്വയറി റിപ്പോർട്ട് വെച്ചിട്ടേ നമുക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. നശിപ്പിക്കുന്നതിന് അവിടെ CCTV ഉണ്ട്. അവിടെ അത് ഫർദർ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യട്ടെ. CCTVയിലുള്ള ദൃശ്യങ്ങളൊന്നും എങ്ങും പോകുന്നില്ല. 24 മണിക്കൂറുള്ള ദൃശ്യങ്ങൾ എങ്ങും പോയിട്ടില്ല. 104 ക്യാമറയില് CCTV ഉണ്ട്. മതി, അതൊക്കെ അത് പരിശോധിക്കട്ടെ. എല്ലാവർക്കും ഓപ്പൺ ആണ്. അവസാനത്തെ കാര്യം പറ. ആ വാചകം എന്നാണ് ഒരാള് മാറുന്നതായിട്ട് ഇങ്ങനെ പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അത്രേ ഉള്ളൂ. അത് മനസ്സിലായിട്ടില്ല ആരാന്ന്. അതുകൊണ്ട് കേറുന്നതായിട്ടാണ് നമുക്ക് തോന്നുന്നത്. സമയം നോക്കണം. അല്ല, കാണുന്നില്ല. മാസ്ക് ഒക്കെ ഷിജു, ഇതില് അല്ല, വളരെ സിമ്പിളാണ് ധാരണയുടെ. ഞാനത് കൺക്ലൂഡ് ചെയ്ത് പറയട്ടെ. ഇതിന്റെ കാരണം ഈ ഗവൺമെന്റിൽ നിന്ന് ലെറ്റർ വന്നു. അതിന്റെ പേരിൽ പ്രത്യേകിച്ച് സർക്കാരിന്റെ എൻക്വയറി റിപ്പോർട്ട്, സർക്കാരിന്റെ എല്ലാം എൻക്വയറി കമ്മീഷണർ റിപ്പോർട്ട് പറഞ്ഞു ഈ സാധനം മിസ്സിംഗ് ആണ്. അതിന്റെ കാര്യം. രണ്ടാമത് ലെറ്റർ ഇത് മനസ്സിലായില്ല. അതിന്റെ ബാക്കിൽ ഒരു ലെറ്റർ വന്നതിൽ എവിടെയാണെന്ന് കണ്ടുപിടിക്കാനുണ്ട്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി നോക്കുന്ന ഇതിലാണ് ഈ ഈവൻസ് ഒക്കെ സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ അതിൽ കുറച്ചും കൂടി ക്ലാരിറ്റി വരാനുണ്ട്. ക്ലാരിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അത് ഒരു ക്ലിപ്പുമാണ്. ഇത് വ്യക്തത വേണം. വ്യക്തത ഇല്ലാതെ നമുക്ക് കൃത്യമായിട്ടില്ലാതെ കാര്യങ്ങൾ പറയാൻ പറ്റത്തില്ല. വ്യക്തത കുറവാണ്. അത് ഒരു ദിവസം കൊണ്ട് തീരുന്നില്ലല്ലോ. ഇനി ഫർദർ ഡീറ്റെയിൽ ആയിക്കട്ടെ. ഇതേ ടെൻഷനൊക്കെ നമുക്കും ഉണ്ട്, പുള്ളിക്ക് മാത്രമല്ല. ഈ പറയുന്ന ടെൻഷനൊക്കെ സൂപ്രണ്ടും പ്രിൻസിപ്പലിനും ഒക്കെ ഉള്ളതാണ്. ഈ ഒരു ഡോക്ടർക്ക് മാത്രമല്ല. ഞാനൊരു ന്യൂറോ സർജനാണ്. ഞാനും ഡെയിലി ഓപ്പറേറ്റ് ചെയ്യുന്നതാണ്. എനിക്ക് രാവിലെ അവിടെ ഓപ്പറേറ്റ് തിയേറ്ററിൽ കയറുമ്പോൾ ഇതാണ് വരുന്നത്. ഈ ടെൻഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഡോക്ടർക്ക് മാത്രമുള്ളതല്ല.
അത് വേണേ പ്രവീണ നമ്മൾ ക്ലിയർ ആക്കി പോട്ടെ. ഓക്കെ പ്ലീസ് മോനെ നിർത്തുക. അല്ലല്ല, ആ ലോക്ക് മാറ്റിയിട്ട് വേറെ ലോക്കായിട്ട് അയക്കുന്നത്. അത് ഇങ്ങനെ ഒരു സംശയം തോന്നിയിട്ട് ഒരാൾ അതിനകത്ത് കയറുന്നതായിട്ട്. വാതിൽ കയറി കയറുന്ന കണക്കാണ് നമുക്ക് തോന്നുന്നത്. അല്ല, അത് ഫർദർ നോക്കിയിട്ട് എങ്ങനെയാന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം, പിന്നീട് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ മനസ്സിലാക്കാം. പൂട്ട് പൊളിച്ചിട്ടില്ല. ചോദിച്ചിട്ടുണ്ട്. അത് ആളെ ക്യാഷ്വൽ ലീവ് തന്നത് 4 മുതൽ 8 വരെയാണ്. അദ്ദേഹം ആ ക്യാഷ്വൽ ലീവിന് അപ്ലിക്കേഷൻ തന്ന പ്രിൻസിപ്പൽ ഓഫീസറാണ് ലെറ്റർ തന്നിട്ടുള്ളത്. അതൊരു 14 ദിവസത്തേക്ക് മറ്റേ എക്സ്റ്റൻഡ് ഞാനത് മുകളിലോട്ട് ഓഫീസിലോട്ട് വിടുന്നു. കാരണം ഞാനല്ല എക്സ്പ്ലനേഷൻ ചോദിച്ചിട്ടുള്ളത്. നമുക്ക് നിർത്താം. ഈ ആഴ്ച തന്നെ കൊടുക്കാണ്ടിരിക്കാൻ പറ്റില്ല. ഓക്കെ, ഇനി അഗൈൻ ഇതാണ് എനിക്ക് പറയാനുള്ളത്. നിങ്ങൾക്കെല്ലാം ഞാൻ കാണിച്ചു തന്നു. I need your support. Okay, thank you so much for the cooperation. Okay. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ ശസ്ത്രക്രിയാ ഉപകരണം കാണാതായതുമായി ബന്ധപ്പെട്ട് പ്രിൻസിപ്പൽ ഡോക്ടർ പി.കെ. ജബ്ബാർ മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു. അദ്ദേഹം പറയുന്നത് ഈ ഉപകരണം പിന്നീട് കണ്ടെത്തി, ഒരു ബില്ലുണ്ടായിരുന്നു, ഇതിലൊക്കെ ചില ആശയക്കുഴപ്പങ്ങളുണ്ട്, അവ്യക്തതകളുണ്ട് എന്ന് പറയുകയാണ്. ഒരു CCTV ദൃശ്യമുണ്ട്, ആരോ മുറിക്കകത്തേക്ക് കയറിപ്പോകുന്ന ദൃശ്യമുണ്ട് എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങൾ പറയുകയാണ്. ആദ്യം ഈ ഉപകരണം ഉണ്ടായിരുന്നില്ല, പിന്നീടുള്ള പരിശോധനയിൽ ഉപകരണം കണ്ടെത്താൻ കഴിഞ്ഞു. ഒപ്പം മറ്റൊരു ബില്ല്, ഓഗസ്റ്റ് 2-ന് ഉപകരണം വാങ്ങിയ ബില്ല് കണ്ടെത്തി. CCTV ദൃശ്യത്തിൽ ആരാണുള്ളത് എന്നതിലൊക്കെയുള്ള തുടർ പരിശോധന വേണം. ഈ മുറി പൂട്ട് പൊളിച്ചല്ല, പൂട്ട് തുറന്ന് സാധാരണ രീതിയിൽ തന്നെ പ്രവേശിക്കുന്നതാണ് CCTV ദൃശ്യങ്ങളിൽ കാണാൻ കഴിയുന്നത്. തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പ്രിൻസിപ്പൽ വിശദീകരിച്ചിട്ടുള്ളത്. എന്താണ് ഇതിൽ ആശയക്കുഴപ്പത്തിന് എങ്ങനെയാണ് അറുതി വരുന്നതെന്ന് ഇദ്ദേഹം ഇത്ര ദീർഘമായി നടത്തിയ വാർത്താ സമ്മേളനത്തിൽ നമുക്ക് വ്യക്തമാകുന്നില്ല. കൂടുതൽ കുഴപ്പത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന രീതിയിലാണ് ഇപ്പോൾ ഈ വാർത്താ സമ്മേളനം കേൾക്കുമ്പോൾ നമുക്ക് ബോധ്യമാകുന്നത്.